വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവഭഗവാന്റെ മൂർത്തിരൂപങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ശിവൻ തമോ ഗുണമൂർത്തിയാണ്. ശിവൻ പൂശുന്ന ചുടലഭസ്മം, ധരിച്ചിരിക്കുന്ന അസ്ഥിമാല, കപാലം വസിക്കുന്ന ചുടലക്കളം, ആഭരണമായിരിക്കുന്ന സർപ്പങ്ങൾ, കണ്ഠത്തിലെ വിഷം, ത്രിനേത്രം തുടങ്ങിയവയെല്ലാം സംഹാരത്തിൻ്റെയോ മരണത്തിൻ്റെയോ പ്രതീകങ്ങളാണ്. വിഷ്ണുവിന് സാളഗ്രാമം, ദേവിക്ക് ശ്രീചക്രം എന്നിവ പോലെ ശിവന് ശിവതത്വത്തിൻ്റെ നിരംഗകൽപ്പനയായ ശിവലിംഗമാണ് പൊതുവെ ആരാധിക്കപ്പെട്ടു വരുന്നത്. ലിംഗം എന്ന പദത്തിന് പ്രതീകം, അർത്ഥം തുടങ്ങിയ അർത്ഥകൽപ്പനകളാണുള്ളത്. സ്ഥൂലശരീരത്തിൽ സൂക്ഷ്മചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ സങ്കല്പിക്കപ്പെടാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവലിംഗങ്ങളിൽ നമുക്ക് ദർശനീയമായ ലിംഗഭാവം ശിവൻ്റെയും അദൃശ്യഭാവം അഷ്ടതലാകൃതിയിലുള്ള പീഠഭാഗം വിഷ്ണുവിൻ്റെയും അതിനടിയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിൻ്റെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യം കുടികൊള്ളുന്നു. സാധാരണ ശിവപ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവൻ, മൃത്യുഞ്ജയൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അഘോരമൂർത്തി, നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, വിശ്വനാഥൻ, ശ്രീകണ്ഠൻ, ഉമാമഹേശ്വരൻ, സ്ഥാണുമലയൻ, നടരാജൻ, അതിമഹാകാളൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭാവങ്ങളുണ്ട്. ദക്ഷിണാമൂർത്തിക്കു തന്നെ യോഗദക്ഷിണാമൂർത്തി, ജ്ഞാനദക്ഷിണാമൂർത്തി എന്നിങ്ങനെ വിവിധ ഭാവഭേദങ്ങളുണ്ട്. നടരാജൻ ശിവൻ്റെ പ്രസിദ്ധമായ ഒരു രൂപമാണ്. പ്രപഞ്ചത്തിൻ്റെ താളാത്മകമായ ചലനത്തിൻ്റെ പ്രതീകമാണ് ശിവതാണ്ഡവം. ശൈവമതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രൂപകൽപ്പനയാണ് അർദ്ധനാരീശ്വരൻ. ശക്തിയുമായി ചേരുമ്പോൾ മാത്രമാണ് ശിവന് കർമ്മശേഷി ഉണ്ടാവുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, പ്രദോഷം, വൃശ്ചികത്തിലെ കൃഷ്ണാഷ്ടമി, തിങ്കളാഴ്ചകൾ എന്നിവ ശിവക്ഷേത്രത്തിൽ പ്രാധാന്യമാണ്. ശംഖാഭിഷേകം, ധാര, ഭസ്മാഭിഷേകം, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, ആയുർസൂക്ത പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ, കറുകഹോമം, പിൻവിളക്ക്, കൂവളമാല ചാർത്തൽ തുടങ്ങിയവ ശിവപ്രീതികരങ്ങളായ പ്രധാന വഴിപാടുകളാണ്. എങ്കിലും അഭിഷേകമാണ് പൊതുവെ പ്രധാനം. ശതകലശം, സഹസ്രകലശം തുടങ്ങിയ വിധത്തിലും അഭിഷേകം പതിവുണ്ട്. രുദ്രസൂക്തം കൊണ്ട് ശിവനെ നടത്തുന്ന അഭിഷേകം അതിവിശിഷ്ടവും സർവപാപഹരവും സമ്പൽ സമൃദ്ധികരവുമായ വഴിപാടാണ്. ആരോഗ്യം, ദീർഘായുസ്, ശാന്തി, ഐശ്വര്യം, പുഷ്ടി, തുഷ്ടി, മോക്ഷം തുടങ്ങിയവ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് മൃത്യുഞ്ജയ മന്ത്രം. പല ഗ്രഹപ്പിഴകളും പരിഹാരത്തിനും രുദ്രസൂക്തം, മൃത്യുഞ്ജയ മന്ത്രം എന്നിവയുടെ പ്രയോഗങ്ങൾ അതീവ ഫലപ്രദങ്ങളാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.